ഇന്ന് രാവിലെ തന്നെ നല്ല പണിയായിട്ട് കിട്ടിയത്. ഇങ്ങനെയുള്ള റൂമിനെ ഇങ്ങനെ ആക്കി മാറ്റാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ അതെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോണ്ട് ഇത്താത്ത നല്ല ചിക്കൻ പെരട്ടുണ്ടാക്കാൻ പോകുന്നു. ഞാൻ ഉണ്ടാക്കല്ലേ, ഞാൻ ഉണ്ടാക്കാം, എനിക്ക് വീഡിയോ എടുക്കണമെന്നാണ്. പിന്നെ ഒന്നും നോക്കില്ല, നല്ല കഴുകി വെച്ച ചിക്കൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നല്ലൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം വഴറ്റി അതിലേക്ക് 4 മണി ഉലുവയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക് ഇവയെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നന്നായിട്ട് താളണം. എന്നിട്ട് പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. പേരാത്തതിന് ഒരു സ്വല്പം കരിവേപ്പിലയും കൂടി ആഡ് ചെയ്യേ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാലകൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം കേട്ടോ. അതെന്താ പറയുക, അപ്പോൾ ആ വെജിറ്റബിൾസും മറ്റേ ചിക്കൻ്റെ നീരും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരെ. ആ സ്മെല്ല് പറയണ്ട. അതിലേക്കാണ് നമ്മൾ ഈ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഒരു ആവശ്യത്തിന് ചിക്കൻ മസാല അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു മൂടി വെക്കണേ. ഒരു ഇച്ചിരി വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങും. അപ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില, പുതിനയില, മിൻറ്റ് ലീവ്സ് എന്ന് നമ്മൾ പറയുന്നില്ലേ, അതും കൂടെ എടുത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന പെരട്ടിലേക്ക് നമുക്ക് ഈ ഉണക്കമുന്തിരിയില്ലേ, റൈസിൻസ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചാൽ നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, നല്ല ചിക്കൻ പെരട്ടും ഒരു കപ്പ് ചോറും എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കഴിച്ചാൽ പറയണ്ട. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ബറാത്ത് രാവായിട്ട് ഉമ്മ നല്ല പാലുവായ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് ബൈ.